ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ ഒരു പ്രശ്നം വരും. കാരണം എന്താ വെച്ചാൽ ഒരേ ജോബ് തന്നെ, അത് ഡിപ്പെൻസ്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റീനെ പോലെ ഇരിക്കും. ഒരു വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത്ര വലിയ സന്തോഷം ഉണ്ടാകും ഈ ഒരു റിപ്പീറ്റഡ്ലി ഒരേ ജോബ് തന്നെ. ദേ ഡോണ്ട് ഗെറ്റ് ദാറ്റ് വെറൈറ്റിയുടെ ഒരു സന്തോഷം അവർക്ക് കിട്ടണില്ല. മൊണോട്ടണസ് ഫീൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു ന്യൂ ട്രെൻഡ് സെറ്റ് ചെയ്യണ സമയത്ത് ബിസിനസ് ചേഞ്ചസ് വരുമ്പോൾ നമ്മളുടെ ടാസ്ക് ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സർവൈവൽ ബുദ്ധിമുട്ടാണ്. ഇനി ഒരു സ്കിൽ മാസ്റ്റർ ചെയ്ത് അതിലൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ കരിയർ ഗ്രോത്ത് അത് ഹിൻഡർ ചെയ്യണം. നമ്മൾ അതിൽ എക്സ്പേർട്ടായി, സോ നമുക്കിനി അതിൽ വേറെ അതിന് മേലേക്കൊന്നും നമ്മൾ നോക്കണില്ല, ആ ഒരു ഇതിലേക്ക് എത്തും. സോ ഇറ്റ് മേ ബ്ലോക്ക് യുവർ കരിയർ. ഇനി ചിലപ്പോൾ അവരുടെ മാനേജറൽ പോസ്റ്റിലൊക്കെ വരുമ്പോൾ ഒരു ജോബിൻ്റെ എക്സ്പേർട്ടാണ് മാത്രമേ ഉള്ളൂ, ഓവറോൾ കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഇല്ല എന്ന് വരുമ്പോൾ പല കേസിലും നമ്മളെ സൈഡ് ലൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സ്പെഷ്യലൈസ്ഡ് വർക്ക് അലൗസ് എ പേഴ്സൺ ടു കോൺസെൻട്രേറ്റ് ഓൺ വൺ ആസ്പെക്ട് ഓഫ് വർക്ക്. ഡേ ആഫ്റ്റർ ഡേ ദേ പെർഫോം ദ സെയിം വർക്ക് ആൻഡ് വിത്തിൻ സം പീരീഡ് ഓഫ് ടൈം ചിലപ്പോൾ ഇറ്റ് ഗെറ്റ്സ് ബോറിങ്. ഒരു ഡിസാറ്റിസ്ഫാക്ഷനും ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മൾട്ടി ടാസ്കിങ് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം നമ്മൾ ഒരു സാധനം തന്നെ ചെയ്യണുള്ളൂ, പാരലലി പല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ബിക്കോസ് യു ആർ ഡൂയിങ് അറ്റ് എ ടൈം യു ആർ ഡൂയിങ് വൺ തിങ് ആൻഡ് യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഇറ്റ്. യു ബിക്കം എൻ എക്സ്പേർട്ട് ബട്ട് യു ഡോണ്ട് ഹാവ് എൻ എബിലിറ്റി ടു മൾട്ടി ടാസ്ക്. ഇനി ഇഫ് എ കമ്പനി ഈസ് പെർഫോമിങ് വെൽ ഡ്യൂ ടു എക്സ്പേർട്ട് വർക്കിംഗ് ഇൻ ദാറ്റ് കാറ്റഗറി, അങ്ങനെ ഒരു ആൾക്കാർ ഇല്ലാതാകുമ്പോൾ അതൊരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. സോ ആബ്സെൻസ്, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എൻഷുർ ചെയ്യാൻ പറ്റില്ല അവർ റിപ്പീറ്റഡ്ലി ചെയ്താലും എക്സ്പേർട്ടുകളാവുമോ എന്ന്. അപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങനെ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അവരുടെ ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് നമ്മുടെ ജോബിന് ആസച്ച് തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇനി റിപ്പറ്റേറ്റീവ് ടാസ്ക് വിത്ത് നോ ബ്രേക്സ്, അതെപ്പോഴും വർക്കേഴ്സിന് ബോർഡാക്കാം. അവരുടെ ഹൈ ആൻഡ് ഒരു അതിനൊക്കെ ഒരു tedious വരാം, അവർക്കൊരു ലെഥാർജി സംഭവിക്കാം. സോ അതുകൊണ്ട് വർക്ക് സ്പെഷ്യലൈസേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഇറ്റ്സ് ഓൺ ഡിസഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെയാണ് ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബറിനും ഉണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ പറഞ്ഞു ഡിവിഷൻ ഓഫ് ലേബറിൽ നിന്നാണ് സ്പെഷ്യലൈസേഷനും സ്പെഷ്യലൈസേഷനിൽ നിന്നാണ് ഡിവിഷൻ ഓഫ് ലേബറും ഉണ്ടാവുന്നത്. രണ്ടും ബോത്ത് സൈഡ്സ് ഓഫ് എ കോയിൻ പോലെയാണ്. സോ വളരെ സ്പെസിഫിക് ആയിട്ട് ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലോവർ കോസ്റ്റ് എന്ന് തന്നെയാണ്. ഡിവിഷൻ ഓഫ് ലേബർ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. കാരണം ഒരു സ്മോൾ പീസ് ഓഫ് ജോബ് വെരി റിപ്പീറ്റഡ്ലി ചെയ്യുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നോർമലി അവർക്കത് ചെയ്യാൻ കൂടുതൽ എക്സ്പെർട്ടൈസ് വരും. സോ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. പ്രോസസ്സിൻ്റെ ആയാലും ടൂൾസിൻ്റെ ആയാലും ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ആകും. എറേഴ്സുകൾ എന്താണ്, നോർമലി വരുന്ന പിറ്റ്ഫോൾസ് എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി കൂടുതലായിട്ട് കിട്ടും. മെറ്റീരിയൽസും മെഷീനറിയും സ്കിൽസൊക്കെ അവർക്ക് കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആയിട്ട് അവൈലബിൾ ആക്കാൻ പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ ഓവറോൾ ആയിട്ട് പറയുമ്പോൾ യു വിൽ ബി ഇൻ എ പൊസിഷൻ ടു ലോവർ ദ കോസ്റ്റ് ഡ്യൂ ടു ഡിവിഷൻ ഓഫ് ലേബർ. അതുപോലെ രണ്ടാമത്തെ ഒരു പോയിന്റാണ് പ്രൊഡക്ടിവിറ്റി. ഹയർ പ്രൊഡക്ടിവിറ്റി ആണെന്ന് നമുക്കറിയാം. നമ്മൾ പറയാറുണ്ട് ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡ്ലി എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കതിനൊരു സ്പീഡ് കിട്ടും, ക്വിക്നെസ് കിട്ടും, സ്കില്ല് ഒന്ന് കൂടും, അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടും. സോ അൺനെസസറി വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് വരില്ല, സ്പെഷ്യലൈസേഷനിലേക്ക് വരും. സോ അതുകൊണ്ടൊക്കെ തന്നെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് നോർമസ്ലി ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗിവ് റൈസ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. പിന്നെ പറയുന്നത് സിംപ്ലിഫൈഡ് ട്രെയിനിങ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വർക്കറിനെ സംബന്ധിച്ചിടത്തോളം ആ എൻറ്റയർ വർക്കിൻ്റെ അയാൾ ചെയ്യേണ്ട ഒരു ചെറിയ പോർഷനെ കുറിച്ച് മാത്രം അയാൾക്ക് ട്രെയിനിങ് കൊടുത്താൽ മതി. ഒരു ഫുൾ ജോബ് തന്നെ ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഹാവ് ടു ഗിവ് ഹിം ട്രെയിനിങ് റിഗാർഡിങ് ദ എൻറ്റയർ ജോബ്, ഹൗ ടു പെർഫോം ദ എൻറ്റയർ ജോബ്. പക്ഷെ ഇതൊരു വലിയൊരു ജോബിനെ നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് അതിലൊരു പെർട്ടിക്കുലർ പേഴ്സൺ ഒരു പെർട്ടിക്കുലർ പോർഷനാണ് റിപ്പീറ്റഡ്ലി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എൻറ്റയർ ജോബ് ലേൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഹി ഈസ് ജസ്റ്റ് ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് പെർട്ടിക്കുലർ പോർഷൻ ദാറ്റ് നീഡ് ടു ബി കംപ്ലീറ്റ്.
ഇനി ഗ്രേറ്റർ കോപ്പറേഷൻ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ എല്ലാ ജോലി ആ ഒരു എൻറ്റയർ ജോബ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് അയാളുടെ ജോബ് അത്രേ വരുള്ളൂ. നേരെ മറിച്ചിട്ട് ഒരു എൻറ്റയർ ഒരു വലിയ ജോബിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് അയാൾ ചെയ്യേണ്ടതെന്ന് വരുമ്പോൾ അയാളുടെ മുമ്പും അയാളുടെ പിൻപുമുള്ള ആൾക്കാർ ചെയ്യേണ്ട ആ ഒരു ഇതനുസരിച്ചിട്ടിരിക്കും അയാളുടെ വർക്കിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കംപ്ലീഷൻ. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് വർക്കേഴ്സ് ഡിഫറെൻറ്റ് പാർട്സ് ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു എൻഡ് റിസൾട്ട് കിട്ടില്ല. സോ സ്വാഭാവികമായിട്ടും വെൻ യു ഡിവൈഡ് ദ ലേബർ ആൻഡ് ആസ്ക് പീപ്പിൾ ടു ഡു ഈച്ച് പാർട്ട് സെപ്പറേറ്റ്ലി ദർ ഹാപ്പൻസ് ടു ബി എ ഗ്രേറ്റർ കോപ്പറേഷൻ ആൻഡ് ഡിസിപ്ലിൻ. ഗുഡ് വിൽ ഇംപ്രൂവ് ചെയ്യും. ബിക്കോസ് കൂടുതൽ എഫിഷ്യൻസിയാണ്, ക്വാളിറ്റി ഓഫ് വർക്ക് കൂടുതൽ വരുന്നുണ്ട്. സോ കസ്റ്റമേഴ്സിനെ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, സിംപ്ലിഫിക്കേഷനും സ്റ്റാൻഡർഡൈസേഷനും ഓട്ടോമേഷനും ഒക്കെ പോസിബിൾ ആകും. സോ ആസ് സച്ച് ഫേമിൻ്റെ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യും. സോ പീപ്പിൾ ആ ഒരു കമ്പനീനെ ആ ഒരു ബ്രാൻഡ് ഇമേജിൽ കാണാൻ തുടങ്ങും. സോ അൾട്ടിമേറ്റ്ലി ഓൾ ദിസ് റിസൾട്ടിനെ ഇംപ്രൂവ്ഡ് ഗുഡ് വിൽ. ഇൻവെൻഷൻസ്, ഇപ്പോൾ ഒരു സെയിം ജോബ് അഗെയിൻ ആൻഡ് അഗെയിൻ ചെയ്യുമ്പോൾ പുതിയ മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ ഡിസ്കവർ ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ വർക്കർ തന്നെ നോക്കും. സോ ദാറ്റ് ഇൻക്രീസസ് ദ പോസിബിലിറ്റി ഓഫ് ഇൻവെൻഷൻസ് ആൻഡ് ഇന്നോവേഷൻസ്. അപ്പോൾ അതൊരു വലിയ ഘടകമാണ്. കാരണം നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ, ഇതിപ്പോൾ എന്നും ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്യണേ, ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എഫേർട്ട് കൂടുതലാണല്ലോ, കുറച്ച് ഇങ്ങനെ തന്നെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. സോ വൈ കാണ്ട് ഐ ചേഞ്ച് ഇറ്റ് ആൻഡ് ഡു ഇറ്റ് ദ അതർ വേ? ഇതല്ലേ കുറച്ചും കൂടി സിമ്പിൾ. അപ്പം അത് വല്ലപ്പോഴും ഒരിക്കലും ഒരു ജോബ് ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു മനസ്സിലാവില്ല. പക്ഷെ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിങ് സർട്ടൺ ഇഷ്യൂസ്, അതിനുള്ള സൊല്യൂഷൻസ്, ചില നമ്മൾ ചെയ്യേണ്ടാതിരുന്നിരുന്ന ചില സാധനങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഓവറോൾ പുതിയ ഇന്നോവേഷൻസും ഇൻവെൻഷൻസിനും ഉള്ളൊരു പോസിബിലിറ്റി കൂടി ഡിവിഷൻ ഓഫ് ലേബർ വഴി പോസിബിൾ ആണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് നമ്മൾ സ്പെഷ്യലൈസേഷനിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഒന്ന് മൊണോട്ടണി. കാരണം വർക്കർ ഹാസ് ടു ഡു ദ സെയിം വർക്ക് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് അഗെയിൻ. സോ ഹീറ്റ്സ് ഒരു ലോസ് ഇൻട്രസ്റ്റ്, ഒരു പ്ലഷർ ഇൻ ഡൂയിങ്. അങ്ങനെ ഒരു പുതുമയില്ലല്ലോ, എന്നും വന്ന് സെയിം കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ദർ ഇസ് നോ വേ ഫോർ എ ക്രിയേറ്റിവിറ്റി, ദർ ഇസ് നോ വേ ഫോർ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ആഡ് ആകാനോ അതിനൊന്നുമുള്ളൊരു പോസിബിലിറ്റി ഇല്ല. സോ യു ഗെറ്റ് ബോർഡ്, യു ഗെറ്റ് മൊണോട്ടണസ്. ഇനി ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി. കാരണം ഒരു വലിയ ജോലിനെ പല ഡിവിഷൻസ് ആയിട്ട് ഓരോ ചെറിയ പോർഷൻസ് ഓരോരുത്തർ ചെയ്യുമ്പോൾ ആ എൻഡ് പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നാൽ ഇന്ന ആൾ ചെയ്ത പോർഷൻ കൊണ്ടാണ് എന്ന് ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഒരാളും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. Why? Because if something goes wrong, ultimately there should be a person who is responsible that, അല്ലെങ്കിൽ 2 or 3 people who is responsible for that. പക്ഷെ ഇങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ വരുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പലരുടെയും കൂടിയിട്ടുള്ള വർക്കിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ്. അങ്ങനെ ഒരു എൻഡ് റിസൾട്ട് വരുമ്പോൾ അതിലെന്തെങ്കിലും ഡിഫക്ട്സ് സംഭവിച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ നോർമലി ആൾക്കാർ ദേ വിൽ ലാക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും നോബഡി ഈസ് ഗോയിങ് ടു നോ എന്നുള്ളൊരു ഫീൽ വരുമ്പോൾ ദർ ഇസ് എ ചാൻസ് ഫോർ പീപ്പിൾ ബിക്കമിങ് ഇറസ്പോൺസിബിൾ. ഇനി ലാക്ക് ഓഫ് ജോബ് പ്രൈഡ് അതുണ്ട്. കാരണം ഇപ്പം ഞാനിപ്പോൾ നമ്മളൊരു ശില്പം ഉണ്ടാക്കുകയാണ്, യു ആർ മേക്കിംഗ് എ സ്റ്റാച്യു. ആ സ്റ്റാച്യുവിൻ്റെ കണ്ണൊരാൾ, മൂക്കൊരാൾ, തലയൊരാൾ ഉണ്ടാക്കുമ്പോൾ ഈ ഞാൻ ഉണ്ടാക്കിയ സ്റ്റാച്യു ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇത് എൻറ്റയർ തിങ് നമ്മൾ തന്നെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് പറയാം ഞാൻ ഉണ്ടാക്കിയ സ്റ്റാച്യു വാവ് ഗുഡ്, ഞാനാണല്ലേ, അത് ഫുൾ ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്. അപ്പോൾ ഇവിടെ അത് പറ്റില്ലേ, പല ആൾക്കാരും ഷെയർ ചെയ്തിട്ടാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാവണത് എന്നുള്ളത് കൊണ്ട് നോബഡി ഈസ് ഇൻ എ പൊസിഷൻ ടു ടേക്ക് എ പ്രൈഡ് ഓഫ് ദ ജോബ്. ലോസ് ഓഫ് ജോബ്സ് എപ്പോഴും ഒരു വലിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു ടെക്നോളജിക്കൽ അപ്ഡേഷൻ വന്നു. അപ്പം നമ്മൾ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഒരു വലിയ ജോലിയിൽ ഈ ഒരു ചെറിയ പോർഷനാണ്. ടെക്നോളജി അപ്ഗ്രഡേഷൻ വന്നു, ഓട്ടോമേഷൻ ഒക്കെ വന്നപ്പോൾ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ജോബ് ഇപ്പോൾ ഒരു മെഷീനാണ് ചെയ്യണേ. നമ്മളാണെങ്കിൽ കുറേ കൊല്ലമായിട്ട് വേറൊരു ജോലിയോട്ട് ചെയ്തിട്ടില്ല. സോ യു ലൂസ് യുവർ ജോബ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു അഡാപ്റ്റ് ടു ദ ചേഞ്ചസ്. So that's a problem.
മറ്റ് ഇപ്പോൾ ജോബ് റൊട്ടേഷനൊക്കെ വഴി പല ജോലികളും ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി ഇതില്ലെങ്കിൽ ഹീസ് ഇൻ എ പൊസിഷൻ ടു get another job in the same company. പക്ഷേ ഇവിടെ അതിനുള്ളൊരു ചാൻസ് ഇല്ല, ബിക്കോസ് he is repeatedly doing this and this particular work is obsolete now, so he don't have any other option. ഇനി ടൂ മച്ച് ഇൻ്റർഡിപ്പെൻഡൻസ്, വല്ലാത്തൊരു ഇൻ്റർഡിപ്പെൻഡൻസ് ആണ്. കാരണം ഒരു എൻറ്റയർ ജോബിനെ നമ്മൾ സ്മോൾ പീസസ് ആക്കി ഓരോ പീസും ഓരോ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ച് അങ്ങനെ വരുമ്പോൾ തമ്മിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ചെയ്യേണ്ട ജോബിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് അടുത്ത പേഴ്സണെ എഫക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് എഫക്ട്സ് ദ അനദർ പേഴ്സൺ. സോ ഇതൊരു ചെയിനാണ്, വല്ലാത്തൊരു ഇതാണ്. ഒരു സ്ട്രൈക്ക് വരെ, ഒരു ബ്രേക്ക് ഡൗൺ വരെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫീരിയർ ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു വർക്കറിൻ്റെ അശ്രദ്ധ കൊണ്ട് വരുമോ ചെയ്യുമ്പോൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം ഇത് നന്നാക്കാനും പറ്റില്ല, ഒരു പറ്റില്ല. സോ ദാറ്റ് മീൻസ് ഒരു കൂട്ടമായിട്ടുള്ളൊരു കോപ്പറേറ്റീവ് എഫേർട്ട് വന്നില്ലെങ്കിൽ ഇനി ഒരു ഡിവിഷൻ ഓഫ് ലേബറൊക്കെ വരുന്നത് it creates much struggle. The job കിട്ടാൻ, it's very difficult to get a job. But once you become a specialist, you are supposed to do that repeatedly. അതന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. സോ യു നോ ഓൺലി ദാറ്റ്, നമുക്കത് മാത്രമേ ചെയ്യാനൊട്ട് നിശ്ചയമുള്ളൂ. സോ യു സ്റ്റാർട്ട് ഓൺ ഡൂയിങ് ദ സെയിം തിങ് ആൻഡ് അൾട്ടിമേറ്റ്ലി നമുക്ക് മറ്റൊരു ജോബ് കിട്ടാനുള്ളൊരു വഴി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ലിമിറ്റഡ് മാർക്കറ്റാണ്. ഡിവിഷൻ ഓഫ് ലേബർ ഇസ് ലിമിറ്റഡ് ബൈ സൈസ് ഓഫ് ദ മാർക്കറ്റ് ഡിമാൻഡ് ആണ്. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ലാർജ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിന് അത്രയും ഡിമാൻഡ് ഉണ്ട്, യുവർ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇസ് ലാർജ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുള്ളൂ. അല്ലെങ്കിൽ ദർ ഇസ് നോ മച്ച് യൂസ് ഡ്യൂ ടു ദിസ് ഡിവിഷൻ ഓഫ് ലേബർ. സോ ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ.